ഹായ് എവ്രി വൺ. ഇന്നത്തെ സെഷനിലോട്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ഇൻട്രൊഡക്ഷൻ സെഷനിൽ നമ്മൾ റിപ്പോർട്ടിംഗ് ടെക്നിക്ക് എന്ന് പറയുന്ന നമ്മുടെ ഒരു പേപ്പറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്നുള്ള കാര്യമായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓരോ ബ്ലോക്കുകളിലും ഓരോ യൂണിറ്റ് വൈസും അതിൽ വരുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇന്നത്തെ സെഷൻ മുതൽ ഓരോ ബ്ലോക്കുകളിൽ വരുന്ന ഓരോ യൂണിറ്റുകളെയും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. സോ നോസ് കോൺസെപ്റ്റ് എന്ന് പറയുന്ന നമ്മുടെ ഫസ്റ്റ് ബ്ലോക്കിലുള്ള ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള നോസ് ഡെഫിനിഷൻസ്, കോൺസെപ്റ്റ് ആൻഡ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്ന യൂണിറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ടൈറ്റിലിൽ പറഞ്ഞതുപോലെ തന്നെ എന്താണ് ഈ ഒരു യൂണിറ്റിൽ വരണേ എന്നുള്ളതിനെ പറ്റിയിട്ട് ഏതാണ്ട് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ന്യൂസ് റിപ്പോർട്ടിംഗ് ടെക്നിക്ക് എന്ന് പറയുന്ന ഒരു പേപ്പറിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അറിയേണ്ട അല്ലെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് അറിയേണ്ട ഒരു കാര്യമാണ് എന്താണ് ഒരു ന്യൂസ് എന്നുള്ളത്. കാരണം ഒരു ന്യൂസ് എന്താണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ആ ഒരു ന്യൂസ് റിപ്പോർട്ടിങ്ങും അതേപോലെ തന്നെ അതിനെ കൃത്യമായി അതിന്റെ സ്ട്രക്ചറോട് കൂടിയിട്ട് നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ അതിനെ പറ്റിയിട്ട്, അതായത് ന്യൂസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ പറ്റിയിട്ടും അത് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടും നിങ്ങൾക്കൊരു ധാരണ തരിക എന്നുള്ളതാണ് യൂണിറ്റ് 1 കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ എന്തൊക്കെയാണ് നമുക്ക് ഇതിൽ വരുന്ന മേജർ ടോപ്പിക്സുകളും അത് എന്തൊക്കെയാ പറയണം എന്നുള്ളതൊന്ന് നോക്കാം. സോ ഇതിൽ കൊടുത്തിട്ടുള്ള ലേണിംഗ് ഔട്ട്കംസ്, അതായത് ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നതോട് കൂടിയിട്ട് നമ്മൾ അക്വയർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. സോ നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ വി വിൽ ഡിസ്കസ് ദ കോൺസെപ്റ്റ് ആൻഡ് ഡെഫിനിഷൻസ് ഓഫ് ന്യൂസ്. എന്താണ് ന്യൂസ് എന്നുള്ളതും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന കുറച്ച് കോൺസെപ്റ്റുകൾ എന്താണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വി വിൽ ഡിസ്ക്രൈബ് ദ പ്രിൻസിപ്പൽ എലമെന്റ്സ് ഓഫ് ന്യൂസ് ആൻഡ് ന്യൂസ് റൈറ്റിംഗ്. ന്യൂസിന്റെയും ന്യൂസ് എഴുതുമ്പോഴും നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട എലമെന്റ്സുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദെൻ എക്സാമിൻ വേരിയസ് ന്യൂസ് റൈറ്റിംഗ് ടെക്നിക്സുകൾ. അതായത് ഒരു ന്യൂസ് എഴുതുന്ന സമയത്ത് അത് എഴുതുന്നത് ഒരു യൂഷ്വലി നമ്മളൊരു എസ്സേയോ അല്ലെങ്കിൽ ഒരു സ്റ്റോറിയോ ഒരു ആർട്ടിക്കിൾ എഴുതുന്നത് പോലെയല്ല. അപ്പൊ അത് എഴുതുമ്പോൾ അതിനൊരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ടെക്നിക്സുകൾ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു ടെക്നിക്സ് എന്താന്നുള്ളതും അത് എങ്ങനെ എഴുതുക എന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ പഠിക്കാൻ പോണത്. സോ അപ്പൊ ഇത് എന്താണ് ഈ ഒരു യൂണിറ്റിൽ മേജർ ആയിട്ട് നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ഒരു ഏരിയ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒന്നാമത്തത് കോൺസെപ്റ്റും ഡെഫിനിഷൻസുകളും നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ന്യൂസും ന്യൂസ് റൈറ്റിംഗും റിലേറ്റ് ചെയ്തിട്ട് വരുന്ന കുറച്ച് പ്രിൻസിപ്പിൾസുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ന്യൂസ് എഴുതുന്ന സമയത്ത് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന ടെക്നിക്സുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ മേജർ ആയിട്ട് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മളെ ലേണിംഗ് ഔട്ട്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ന്യൂസ് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള കോൺസെപ്റ്റുകളും ഡെഫിനിഷൻസുകളാണ്. ഇവിടെ ഒരു പ്ലെന്റി ഓഫ് ഡെഫിനിഷൻസുകൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലിലും ഒരുപാട് ഡെഫിനിഷൻസുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടിട്ടുള്ള കുറച്ച് ഡെഫിനിഷൻസുകളും അതെന്താന്നുള്ളത് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പോവാം. സോ ഫസ്റ്റ് വൺ പറയുന്നത് ന്യൂസ് ആസ് എൻ അക്കൗണ്ട് ഓഫ് എ റീസെന്റ് ഇവന്റ് ഓർ ഇൻഫോർമേഷൻ ദാറ്റ്സ് നോട്ട് നോൺ പ്രീവിയസ്ലി. എന്താന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് ന്യൂസ് എന്ന് പറയുമ്പോൾ ഏറ്റവും റീസെന്റ് ആയിട്ട് സംഭവിച്ചിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ, നമുക്ക് അതിനെ പറ്റിയിട്ട് മുമ്പ് വലിയ ധാരണയൊന്നും ഉണ്ടാവില്ല. ആ കാര്യങ്ങളെ പറ്റിയിട്ട് നിങ്ങൾക്കൊരു പുതിയൊരു ഇൻഫോർമേഷൻ തരിക അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് ഒരു ധാരണ തരിക എന്നുള്ളതാണ് ന്യൂസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് ഡെഫിനിഷൻ പറയുന്നത്. നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. ഓരോ പുതിയ പുതിയ സംഭവങ്ങൾ ടെലിവിഷനിലും ന്യൂസ് പേപ്പറിലും അല്ലെങ്കിൽ പലതരത്തിലുള്ള മാധ്യമങ്ങളിലൂടെ വരുമ്പോഴാണ് ആ ഒരു വിഷയത്തെ പറ്റിയിട്ട് നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കുന്നത്. അതിനെപ്പറ്റി നമുക്ക് ഒരു പക്ഷേ മുമ്പ് ഒരു ധാരണ തന്നെ ഉണ്ടായിരിക്കില്ല. അപ്പൊ അത്തരം കാര്യങ്ങളെയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇവന്റുകളെ അല്ലെങ്കിൽ ഇൻഫോർമേഷൻസുകളെയാണ് ന്യൂസ് എന്ന് വിളിക്കുന്നത്. ഇനി രണ്ടാമത്തേത് റാൻഡം ഹൗസ് ഡിക്ഷണറി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു ഡെഫിനിഷൻ. The meaning of news is a report of a recent event, intelligence, information. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള ഡെഫിനിഷനോട് വളരെ സാമ്യമുള്ളതാണ്. അതായത് റീസെന്റ് ആയിട്ടുള്ള ഒരു വിഷയത്തെ പറ്റിയിട്ടുള്ള ഒരു റിപ്പോർട്ട് നമുക്ക് തരണം. മാത്രല്ല വെറുതെ തരല്ല, ആ ഒരു ഇൻഫോർമേഷൻ നമുക്ക് വെറുതെ തരല്ല ചെയ്യുന്നത്. അതുമായിട്ട് അനുബന്ധപ്പെട്ടിട്ടുള്ള ഡാറ്റാസുകൾ ഗ്യാദർ ചെയ്ത് അതിനെ അനലൈസ് ചെയ്ത് അതിനെ ഇന്റർപ്രിറ്റ് ചെയ്തിട്ടാണ് ജനങ്ങളിലോട്ട് ആ ഒരു ന്യൂസ് അല്ലെങ്കിൽ ആ ഒരു ഇൻഫോർമേഷൻ എത്തുന്നത്. ഇനി മൂന്നാമത്തെ ഒരു ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ ദ ഓക്സ്ഫോർഡ് ഡിക്ഷണറി സേസ് ന്യൂസ്
is the report of a recent event or occurrence brought or coming to one as a new information, new occurrence as a subject of report or talk. എല്ലാ ഡെഫിനിഷൻസും തമ്മിലൊരു സാമ്യമുണ്ട്, കാരണം എല്ലാം ന്യൂസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡെഫിനിഷൻ തന്നെയാണല്ലോ. അപ്പൊ ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസെന്റ് ആയിട്ട് സംഭവിച്ചിട്ടുള്ള ഒരു ഇവന്റ് അല്ലെങ്കിൽ ഒരു സംഭവം. ആ ഒരു ഇൻഫോർമേഷൻ, ആ പുതിയ ഇൻഫോർമേഷൻ നമുക്ക് തരിക മാത്രമല്ല ചെയ്യുന്നത്, പിന്നീട് ആ ഒരു വിഷയമായിരിക്കും ഏറ്റവും കൂടുതൽ ആളുകൾ എന്ത് ചെയ്യുന്നത്, സംസാരിക്കുന്നതും. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ കാശ്മീരിൽ അല്ലെങ്കിൽ ഇന്ത്യ പാക് അതിർത്തിയിൽ വെച്ച് ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു അക്രമം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ ഒരു വിഷയമാണ് കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഇൻഫോർമേഷൻ, പുതിയൊരു ഇൻഫോർമേഷൻ നമ്മളിലോട്ട് എത്തിക്കുക മാത്രമല്ല ചെയ്യുന്നത്, ആ വിഷയത്തെ പറ്റിയിട്ടായിരിക്കും പിന്നീട് എന്ത് ചെയ്യുന്നത്, കൂടുതലായിട്ട് ജനങ്ങൾ സംസാരിക്കാൻ പോകുന്നത്. ഇനി അടുത്തൊരു ഡെഫിനിഷൻ നമ്മൾ വളരെ കോമൺ ആയിട്ട് കേട്ടിട്ടുള്ള ഒരു വിറ്റി ടൈപ്പ് ഓഫ് ഡെഫിനിഷൻ ആണ്. വെൻ എ ഡോഗ് ബൈറ്റ്സ് എ മാൻ ദാറ്റ്സ് നോട്ട് നോസ്, ബട്ട് വെൻ എ മാൻ ബൈറ്റ്സ് എ ഡോഗ് ദാറ്റ്സ് നോസ്. അതായത് സാധാരണ ഒരു ഡോഗ് മനുഷ്യന്മാരെ കടിക്കുന്നത് ഒരു പതിവായിട്ടുള്ള ഒരു കാര്യമാണ്. പലപ്പോഴായിട്ട് ഡോഗ്സുകൾ കടിക്കാറുണ്ട്. എന്നാൽ മനുഷ്യന്മാര് നടന്ന് ഡോഗ്സുകളെ കടിക്കുക എന്ന് പറയുന്നത് ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു ഇവന്റ് ആണ്, അല്ലെങ്കിൽ അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണ്. അപ്പൊ ഇത്തരം രീതിയിലുള്ള കാര്യങ്ങൾ വരികയാണെങ്കിൽ അത് ന്യൂസ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഇതൊരു എന്താ പറയാ, ഒരു നമ്മൾ പറയില്ലേ, ന്യൂസുമായിട്ട് അനുബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഫ്രേസ് പറയുന്നത് പോലെയാണ് നമ്മൾ ഇത് എന്ത് ചെയ്യാറുള്ളത്, ഈ ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് ഓഫ് സെന്റൻസ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഇനി അടുത്തൊരു ഡെഫിനിഷനിലോട്ട് വരുന്ന സമയത്ത്, ന്യൂസ് ഇസ് ആൻ അക്കൗണ്ട് ഓഫ് an event what newspaper print in the belief that by so doing it will profit. അതായത് ന്യൂസ് എന്ന് പറയുന്നത് ഒരു ന്യൂസ് പേപ്പർ പബ്ലിഷ് ചെയ്യുന്ന ഒരു ഇൻഫോർമേഷൻ അല്ലെങ്കിൽ പ്രിന്റ് ചെയ്യുന്ന ഒരു ഇൻഫോർമേഷൻ, അത്തരം രീതിയിൽ പ്രിന്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് അത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രോഫിറ്റ് അവിടെ നേടിക്കൊടുക്കും എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. ഈ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഒരു മണി മേക്കിംഗ് അല്ലെങ്കിൽ എക്കണോമിക്കലി ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതിലുപരി ഇത്തരം വിഷയങ്ങൾ സമൂഹത്തിലോട്ട് അറിയിക്കുമ്പോൾ, അതായത് ന്യൂസ് പേപ്പർ മുഖാന്തരം സമൂഹത്തിലോട്ട് എത്തിക്കുന്ന സമയത്ത് അതിന് ആ സമൂഹത്തിൽ ബിലോങ് ചെയ്യുന്ന ജനങ്ങൾക്ക് അതിന്റെ പ്രോഫിറ്റ് കിട്ടാൻ വഴിയുണ്ട്. കാരണം നമുക്ക് അതിനെ പറ്റിയിട്ട് ഒരു ധാരണ ഉണ്ടാവുന്നു, നമ്മുടെ ഉള്ളിൽ ഒരു അവബോധം ഉണ്ടാവുന്നു, ചില കാര്യങ്ങളിൽ നമുക്ക് അതിനെ പറ്റിയിട്ട് ഒരു അവയർനെസ് അല്ലെങ്കിൽ ഒരു ശ്രദ്ധ അതിലൂടെ ബിൽഡ് ചെയ്യാൻ പറ്റുന്നു. അപ്പൊ ഇത്തരം കാര്യങ്ങളെയാണ് ഈ ഒരു ഡെഫിനിഷൻ മുന്നോട്ട് വെക്കുന്നത്. അടുത്തൊരു ഡെഫിനിഷൻ പറയുന്നത്, എനി ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ കമ്മിങ് ഫ്രം നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ് ആൻഡ് സൗത്ത് വിച്ച് ഡിസേർവ് ടു ബി ടേക്കൺ ആസ് എ ന്യൂസ്. ഇത് നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു വേർഡ് ആണ്, ഒരു സെന്റൻസ് ആണ്. ന്യൂസ് എന്ന് പറയുന്ന ഒരു വേർഡിനെ പലപ്പോഴായിട്ട് നമ്മൾ ഇത്തരത്തിൽ ഡിഫൈൻ ചെയ്യാറുണ്ട്. നോർത്തിൽ നിന്നും, ഈസ്റ്റിൽ നിന്നും, വെസ്റ്റിൽ നിന്നും, സൗത്തിൽ നിന്നും വരുന്ന ഇൻഫോർമേഷൻസുകളെ നമ്മൾ ന്യൂസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു എന്നുള്ളത്. ഇനി അടുത്തൊരു ഡെഫിനിഷൻ കുറച്ച് ഡിഫറെന്റ് ആണ്. ഫേമസ് ആയിട്ടുള്ള ജേർണലിസ്റ്റ് ആയിട്ടുള്ള ജോൺ എസ് നൈറ്റിന്റെ ഒരു ഡെഫിനിഷൻ ആണ്, അല്ലെങ്കിൽ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ്, ഗെറ്റ് ദ ട്രൂത്ത് ആൻഡ് പ്രിന്റ് ഇറ്റ്. സത്യം കണ്ടുപിടിക്കുക, അത് പ്രിന്റ് ചെയ്യുക. അതിനെയാണ് ഇവിടെ എന്ത് വിളിക്കുന്നത്, ന്യൂസ് എന്ന് പറയുന്നത്. അത് മാത്രല്ല, ന്യൂസ് ഇസ് ഹെവി ഓൺ കമ്മ്യൂണിറ്റി സർവീസ് ആൻഡ് സൊസൈറ്റി ഇൻട്രസ്റ്റ് ആൻഡ് മൈൻഡ്ഫുൾ ഓഫ് ദ സിറ്റീസ് പിക്കിംഗ് ഓർഡർ ഇൻ സിവിക് ആൻഡ് സോഷ്യൽ അഫെയർ. അതായത് വെറുതെ എന്തൊക്കെയോ കൊണ്ടുപോയി കൊടുക്കുന്നുള്ളതിനുപരി ന്യൂസ് എന്ന് പറയുന്നത് അവിടെയുള്ള സമൂഹത്തെ, അവിടെ ബിലോങ് ചെയ്യുന്ന ജനങ്ങളെ, അവരുമായിട്ട് അനുബന്ധപ്പെടുന്ന വിവരങ്ങളെ ഇതെല്ലാം കണ്ടെത്തുകയും അതിനെ അനലൈസ് ചെയ്യുകയും അതെന്ത് ചെയ്യുക, മാധ്യമങ്ങളിലൂടെ പബ്ലിഷ് ചെയ്യുക എന്നുള്ള ഒരു കാര്യം കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ജോൺ നൈറ്റ് മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇനി അടുത്തൊരു ഡെഫിനിഷൻ പറയുന്നത്, knows any information must be factual, new and interesting. There must be fact to report. Without fact, there can be no news. നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യം തന്നെയാണ് ന്യൂസ് എന്ന് പറയുന്നത്. ഇറ്റ് ഷുഡ് ബി ഫാക്ച്വൽ, അതായത് വസ്തുതാപരമായിരിക്കണം. അതിൽ പറയുന്ന ഓരോ ഇൻഫോർമേഷനും സത്യസന്ധമായിരിക്കണം. എല്ലാ കാര്യങ്ങളെയും കൃത്യമായി അനലൈസ് ചെയ്ത് എല്ലാ സോഴ്സുകളിൽ നിന്നുള്ള കാര്യങ്ങളെയും എടുത്തുകൊണ്ട് വളരെയധികം വസ്തുതാപരമായിട്ട് തന്നെ ആയിരിക്കണം ന്യൂസിനെ കൈകാര്യം ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ അതിലൊരു ന്യൂസിൽ ഫാക്ട് ഇല്ലെങ്കിൽ, അതായത് സത്യസന്ധമായിട്ടുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഇല്ല എങ്കിൽ അതൊരിക്കലും എന്തായിട്ട് മാറില്ല, ന്യൂസ് ആയിട്ട് മാറില്ല എന്നുള്ളതാണ് ഈ ഒരു ഡെഫിനിഷൻ മുന്നോട്ട് വെക്കുന്നത്. അതുപോലെ ഒരു അടുത്തൊരു ഡെഫിനിഷനിലോട്ട് വരികയാണെങ്കിൽ,
News is what being published on pages of a newspaper, magazine, broadcast on radio and telecast on television network, or put out on the internet. News is also about the lives, loves and scandals of the famous, the rich and the notorious. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ്. അതായത് ഈ പറയുന്ന ന്യൂസ് എന്ന് പറയുന്നത് പല മാധ്യമങ്ങളിൽ, നമ്മൾ മേൽ പറഞ്ഞിട്ടുള്ള മാധ്യമങ്ങളിലൂടെയൊക്കെ എന്ത് ചെയ്യാറുണ്ട്, പബ്ലിഷ് ചെയ്യാറുണ്ട്. അത് മാത്രമല്ല, ന്യൂസ് എന്ന് പറയുന്നത് നമുക്ക് ചുറ്റും ജീവിക്കുന്ന ജീവിതങ്ങളെ പറ്റിയിട്ടാണ്, അതുമായിട്ട് അനുബന്ധപ്പെട്ടിട്ടുള്ള ആളുകളെ പറ്റിയിട്ടാണ്. അതിൽ ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ വരും, സ്കാൻഡൽസുകൾ വരും, റിച്ച് ആയിട്ടുള്ള ആൾക്കാർ വരും, അതുപോലെ ഒരുപാട് നൊട്ടോറിയസ് ആയിട്ടുള്ള ക്രൈം റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്നതാണ് എന്ത്, ന്യൂസ് എന്ന് പറയുന്നത്. ഇനി താഴെ പറയുന്ന കുറച്ച് ഡെഫിനിഷൻസുകള് ഫേമസ് ആയിട്ടുള്ള ജേർണലിസം പ്രൊഫസേഴ്സ് പ്രൊപ്പൗണ്ട് ചെയ്തിട്ടുള്ളതാണ്. അതും കൂടി എന്താന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ന്യൂസ് എന്ന് പറയുന്ന ഒരു ഡെഫിനിഷൻ, ആ ഒരു ഡെഫിനിഷൻ ഏരിയ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം. യൂണിവേഴ്സിറ്റി ഓഫ് നവേദയിലെ, USA യൂണിവേഴ്സിറ്റി ഓഫ് നവേദയിലുള്ള പ്രൊഫസർ ആയിട്ടുള്ള വില്യം മെറ്റ്സിന്റെ അഭിപ്രായത്തില് ന്യൂസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ പറ്റിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാ പറയണമെന്ന് ഒന്ന് നോക്കാം. ആക്ച്വലി അദ്ദേഹം ന്യൂസ് എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ ഡിഫൈൻ ചെയ്യുന്നതിനേക്കാൾ ഉപരി ഒരു ജേർണലിസ്റ്റിന് വേണ്ട ഒരു ന്യൂസ് സെൻസിനെ പറ്റിയിട്ടാണ് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് ഒരു ജേർണലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ന്യൂസിനെ കണ്ടെത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്കില്ലാണ്, അല്ലെങ്കിൽ വളരെയധികം ഒരു എന്താണ് പ്രൊഫഷണലി അഡാപ്റ്റ് ചെയ്യേണ്ട ഒരു സ്കില്ലാണ്. ഒരു ഇവന്റ് നടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഇൻസിഡന്റ് നടന്നു കഴിഞ്ഞാൽ അത് ന്യൂസ് ആണ് എന്നുള്ളതും അതിൽ വരുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള എസെൻസ് ഇന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കുക എന്ന് പറയുന്നതിനെയാണ് നമ്മൾ നോസ് ഫോർ ന്യൂസ് എന്ന് പറയുന്നത്. ആ ഒരു കോൺസെപ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് വില്യം മെറ്റ്സ് അദ്ദേഹത്തിന്റെ ഐഡിയനെ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. സോ അതിലെ കാര്യങ്ങൾ പറയുന്നുണ്ട്. എവറി ന്യൂസ് റിപ്പോർട്ടർ മസ്റ്റ് ഡെവലപ്പ് എ പേഴ്സണൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി നാച്ചർ ഓഫ് ന്യൂസ്. അതായത് എല്ലാ പ്രൊഫഷണൽ അല്ലെങ്കിൽ എല്ലാ ന്യൂസ് റിപ്പോർട്ടറും ഒരു ന്യൂസ് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഇവന്റ് ഇൻസിഡന്റ് ഒക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു നാച്ചർ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. അതേപോലെ തന്നെ ജേർണലിസ്റ്റ് മസ്റ്റ് ഗ്രാസ്പ് ദ എസെൻസ് ഓഫ് ന്യൂസ് ടു ബി ഏബിൾ ടു റെക്കഗ്നൈസ് ഇറ്റ് വെൻ ഇറ്റ് ഒക്കർ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഇവന്റ് നടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് അതിലുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള പോയിന്റുകളെ ഇമ്മീഡിയറ്റ് ആയിട്ട് മനസ്സിലാക്കാനുള്ള ഒരു സ്കിൽ ഉണ്ടായിരിക്കണം. അവിടെയാണ് ആ ഒരു ജേർണലിസ്റ്റിന്റെ ഒരു സ്കിൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കഴിവ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് വാക്കുകളിലൂടെയോ അല്ലെങ്കിൽ എന്താണ് നമുക്ക് കുറച്ച് സെന്റൻസുകളിലൂടെയോ പറഞ്ഞു തരാൻ പറ്റുന്ന കാര്യമില്ല. ഒരു ജേർണലിസ്റ്റിക് സ്കില്ല്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ന്യൂസ് ജഡ്ജ്മെന്റ്, അല്ലെങ്കിൽ ഒരു നോസ് ഫോർ ന്യൂസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു സ്കില്ലാണ്. ആ ഒരു സ്കിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പ്രൊഫഷണലി ഒരു ജേർണലിസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഒരു കാര്യങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് വില്യം മെറ്റ്സ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിലുള്ള ന്യൂസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. വില്യം വോഗ്, അതായത് ബ്രിട്ടീഷ് റൈറ്ററും ഓഥർ ഓഫ് സ്കൂപ്പ് എന്ന് പറയുന്ന ഒരു നോവല് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു നോവലാണ്. അതായത് വില്യം വോഗ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് റൈറ്ററിന്റെ വൺ ഓഫ് ദി ഫേമസ് ആയിട്ടുള്ള ഒരു നോവലാണ് സ്കൂപ്പ് എന്ന് പറയുന്നത്. എന്താ പറയാ, നമ്മള് ഫോറിൻ കറസ്പോണ്ടന്റുകളെ പറ്റിയിട്ടും സെൻസേഷണലിസ്റ്റ് ജേർണലിസ്റ്റുകളെ പറ്റിയിട്ടും ഒക്കെ സെറ്റേറിക്കലി അവതരിപ്പിച്ചിട്ടുള്ള ഒരു നോവലാണ് സ്കൂപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം ന്യൂസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ വളരെ സർക്കാസ്റ്റിക് ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. അതായത് ഇവിടെ കൊടുത്തിട്ടുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിലുള്ള ഡെഫിനിഷൻ ആണെങ്കിൽ കൂടി തന്നെ ഈ ഒരു കോൺസെപ്റ്റിനെ ചെറിയ രീതിയിൽ അദ്ദേഹം കളിയാക്കി കൊണ്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളതും. News is what a chap who doesn't care much about anything wants to read. അതായത് ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൊടുക്കുന്ന ഇൻഫോർമേഷൻസുകൾ, അതായത് ന്യൂസ് ആയിട്ട് കൊടുക്കുന്ന ഒരു ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് ഒരു കാര്യത്തിനെ ലൈറ്റ് ആയിട്ട് റീഡ് ചെയ്യുന്ന ആൾക്കാർക്കും അതേപോലെ ഒരു വിഷയത്തിൽ നിന്ന് ഡിസ്ട്രാക്ട് ചെയ്യാനും, അതായത് ഇപ്പൊ നമ്മളെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് ഒരു ധാരണ കൊടുക്കുക എന്നുള്ളതിലുപരി അത് സ്വീകരിക്കുന്ന ഒരു വ്യക്തി
വ്യക്തി അദ്ദേഹത്തിന്റെ സിറ്റുവേഷനിൽ നിന്ന് ഒരു ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഒരു ഇൻഫോർമേഷൻ മാത്രമാണ്. അതല്ലാണ്ട് ആൾ ആ വിഷയത്തെ പറ്റിയിട്ട് ആധികാരികമായിട്ട് ചിന്തിക്കുകയോ അതിന് വേണ്ടിയിട്ട് അതിൽ കൊടുത്തിട്ടുള്ള ഇൻഫോർമേഷനെ പറ്റി പ്രതികരിക്കുകയോ അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനൊന്നും പോകുന്നില്ല. ആളത് ലൈറ്റ് ആയിട്ട് റീഡ് ചെയ്യുകയും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഡെഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് അദ്ദേഹം പറയുന്നത്. മാത്രല്ല ഈ പറയുന്ന ന്യൂസിന്റെ വാല്യൂ ഓൾവേസ് ഡിപ്പെൻഡ് ഓൺ ഓഡിയൻസ് ഇൻട്രസ്റ്റ് ആൻഡ് ഇമ്മീഡിയസ് ആണ്. അതായത് ആൾക്കാർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവരത് വായിക്കും, അതല്ലെങ്കിൽ അവരത് സ്കിപ്പ് ചെയ്യും. അതുപോലെ എത്രയും പെട്ടെന്ന് അവർക്ക് കിട്ടുകയാണെങ്കിൽ ആ ഒരു വിഷയത്തിന് കുറേം കൂടി പ്രാധാന്യമുണ്ട് എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് വില്യം വോഗ് അദ്ദേഹത്തിന്റെ ന്യൂസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറച്ചുകൂടി ഒരു സർക്കാസ്റ്റിക്കലി പ്രസന്റ് ചെയ്തിട്ടുള്ളത്. ഇനി വിൻഫോർഡ് ഹിക്കിന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം അമേരിക്കൻ ജേർണലിസം പ്രൊഫസർ ആണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ന്യൂസ് സെൻസ് ഓർ ന്യൂസ് ജഡ്ജ്മെന്റ് ഇസ് ദ എബിലിറ്റി ടു ഐഡന്റിഫൈ വാട്ട് വിൽ ഇൻട്രസ്റ്റ് റീഡർ. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മള് മാധ്യമങ്ങളിലൂടെ പബ്ലിഷ് ചെയ്യുന്ന ഓരോ ഇൻഫോർമേഷൻസുകളും ജനങ്ങൾക്ക് വായിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അതും അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, പല കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്രാഫ്റ്റ് ചെയ്തെടുക്കുന്നത്, അല്ലെങ്കിൽ കണ്ടെത്തുന്നതും എഴുതുന്നതും അച്ചടിക്കുന്നതും. അപ്പൊ അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് വായിക്കാൻ എന്താണ് താല്പര്യം എന്നുള്ള ഒരു കാര്യം കണ്ടെത്താനുള്ള ഒരു സെൻസ് ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് എന്നുള്ളൊരു, അല്ലെങ്കിൽ അങ്ങനെ രീതിയിലുള്ള ഒരു എബിലിറ്റി ഉണ്ടാവുന്നത് നല്ലതാണ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് വിൻഫോർഡ് ഹിക്സ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ന്യൂസ് എന്ന് പറയുന്ന ടേമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന കുറച്ച് കോൺസെപ്റ്റുകളും ഡെഫിനിഷൻസുകളും വരുന്നത്. ഏതാണ്ട് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. പലതരത്തിലുള്ള ഡെഫിനിഷൻസുകൾ നമ്മൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഏതൊരു ഡെഫിനിഷനിലാണെങ്കിലും ന്യൂസ് എന്ന് പറയുന്നത് റീസെന്റ് ആയിട്ടുള്ള ഇവന്റുകളെ പറ്റിയിട്ടാണ്. അത് ന്യൂ ആയിരിക്കും, അത് ഫാക്ച്വൽ ആയിരിക്കും, അതിനെ കൃത്യമായി കൺസൈസ് ആയി ക്ലിയർ ആയിട്ട് ഒരു വെൽ സ്ട്രക്ചറോട് കൂടിയിട്ടാണ് വ്യത്യസ്ത മാധ്യമങ്ങളിലൂടെ നമ്മുടെ മുന്നിലോട്ട് എത്തുന്നത്. ന്യൂസിലൂടെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്ക് ചുറ്റുള്ള കാര്യങ്ങൾ അറിയുന്നതും മനസ്സിലാക്കുന്നതും അതിനെ പറ്റിയിട്ടുള്ള ഒരു ബോധം നമ്മുടെ ഉള്ളിൽ സൃഷ്ടിക്കുന്നതും. സോ ഇതാണ് എന്ത് ന്യൂസ് എന്ന് പറയുന്ന ടേം. അപ്പോ കുറച്ച് ആൾക്കാർ ഇതിൽ പറഞ്ഞിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ഓതേഴ്സ്, ഫേമസ് ആയിട്ടുള്ള ജേർണലിസ്റ്റുകൾ മുന്നോട്ട് വെച്ചിട്ടുള്ള അവരുടെ കോൺസെപ്റ്റുകളും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വായിച്ച് മനസ്സിലാക്കുന്നത് കുറേം കൂടി എന്താണ് നന്നായിരിക്കും കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ഡെഫിനിഷൻസുകൾ വരുന്നത്. ഈ ഒരു ടോപ്പിക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇനി അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് ന്യൂസ് എലമെന്റ്സുകളെ പറ്റിയിട്ടാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നമ്മുടെ ഈ ഒരു യൂണിറ്റിലുള്ള എല്ലാ ടോപ്പിക്സുകളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ഓരോ യൂണിറ്റുകളും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു ചാപ്റ്ററും കൂടിയാണ് ഇത്. കാരണം ഇതിന്റെയൊക്കെ കുറച്ചുകൂടെ മോർ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലോട്ടാണ് നമ്മള് ഇനി അപ്കമിങ് യൂണിറ്റുകളിലോട്ടൊക്കെ പോകുന്നത്. അപ്പൊ അതിൽ വരുന്ന മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് എന്ത്, എലമെന്റ്സ് ഓഫ് ന്യൂസ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ന്യൂസ് എന്താന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പറയുന്ന ന്യൂസ് ആയിട്ട് തീരുമാനിക്കുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അതായത് നമുക്ക് ചുറ്റും ഒരുപാട് ഇൻസിഡൻസുകൾ നടക്കും, ഒരുപാട് ഇവന്റുകൾ നടക്കും. ഇതെല്ലാം ന്യൂസ് അല്ല. ഇതിനെ ന്യൂസ് ആക്കി തീരുമാനിക്കുന്ന കുറച്ച് ഫാക്ടേഴ്സുകൾ ഉണ്ട്, എലമെന്റ്സുകൾ ഉണ്ട്, അല്ലെങ്കിൽ ഡിറ്റർമിനൻസുകൾ ഉണ്ട്. ഇതാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു ഇവന്റിനെ, ഇൻസിഡന്റിനെ ന്യൂസ് ആക്കി മാറ്റുന്നത്. ആ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിന്റെ അണ്ടറിൽ പഠിക്കുന്നത്. ഇവിടെ നമുക്ക് പ്രോക്സിമിറ്റി എന്ന് പറയുന്ന ഒരു എലമെന്റിനെ പറ്റി പഠിക്കാനുണ്ട്, ടൈംലിനെസ്, കോൺഫ്ലിക്റ്റ്, പ്രോമിനൻസ്, എംപത്തി, ഡയമെൻഷൻ, വെദർ, ഹ്യൂമൻ ഇൻട്രസ്റ്റ്, നോവൽറ്റി, ഇങ്ങനെ പറയുന്ന പല എലമെന്റ്സുകളെ പറ്റിയിട്ട് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ വായിക്കുന്ന ഓരോ ന്യൂസ് സ്റ്റോറി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് എന്തായാലും നിങ്ങൾക്ക് ഈ പറയുന്ന ഏതെങ്കിലും ഒരു എലമെന്റിന്റെയോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ എലമെന്റ്സുകളുടെ പ്രസൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ആ പറയുന്ന എലമെന്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളതും അത് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന കുറച്ച് എക്സാമ്പിൾസുകളുമാണ് ഈ ഒരു സെഷനിൽ നമ്മൾ പറയാൻ പോകുന്നത്. സോ
കുറച്ച് ഫാക്ടേഴ്സ്. ഇതിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും എക്സാമിന് ചോദിക്കാം കേട്ടോ. ന്യൂസ് വാല്യൂ എന്താന്ന് ചോദിക്കാറുണ്ട്, ന്യൂസ് ഡിറ്റർമിനൻസ് എന്താന്ന് ചോദിക്കാറുണ്ട്, നമ്മളെ ടോപ്പിക്കിന്റെ ടൈറ്റിൽ കൊടുത്തതുപോലെ തന്നെ എന്താണ് ന്യൂസ് എലമെന്റ്സ് എന്ന് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ന്യൂസ് ആയിട്ട് ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്താണ്, ഇൻഗ്രീഡിയൻസ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ആ രീതിയിലൊക്കെ എന്താണ് നമ്മുടെ എക്സാമിന് ചോദിക്കാറുണ്ട്. സോ ഇതിൽ വരുന്ന ഓരോ എലമെന്റ് എന്താന്നുള്ളത് നമുക്കൊന്ന് ഡീറ്റെയിൽ ഇതിങ്ങനെ പോകും. സോ ഫസ്റ്റ് വരുന്ന എലമെന്റ് ആണ് ടൈംലിനെസ് എന്ന് പറയുന്നത്. എന്താണ് ടൈംലിനെസ് നിങ്ങൾക്കറിയാം. അതായത് ഒരു ഇവന്റ് സംഭവിക്കുന്ന സമയം അതിപ്പോഴും പ്രാധാന്യമുള്ളതാണ്. അതായത് എപ്പോഴാണ് ആ ഇവന്റ് സംഭവിക്കുന്നത്, ആ സമയം അല്ലെങ്കിൽ ആ നേരം എപ്പോഴും നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. അത് മാത്രമല്ല ടൈംലിനെസ് ഡിറ്റർമിൻ ചെയ്യുന്നത്, അതായത് ആ ഇവന്റ് ന്യൂസ് രൂപത്തിലാക്കിക്കൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ജനങ്ങളിലോട്ട് എത്തിച്ചാൽ മാത്രമേ ഉള്ളൂ അതിന് എന്തുണ്ടാവുക, ഒരു വാല്യൂ ഉണ്ടാവുള്ളൂ. അതായത് ഇന്ന് കഴിഞ്ഞ സംഭവം നാളെ എത്തിച്ചിട്ടോ അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം എത്തിച്ചിട്ടോ കാര്യമില്ല. ആ സംഭവം നടന്ന സമയത്ത് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ജനങ്ങളിലോട്ട് എത്തിക്കുകയാണെങ്കിൽ ആ സ്റ്റോറിക്ക് കുറേം കൂടി എന്തുണ്ടായിരിക്കും, വാല്യൂ ഉണ്ടാവും. അപ്പൊ അതാണ് എന്ത് ടൈംലിനെസ് എന്ന് പറയുന്ന ഒരു എലമെന്റിനെ ഇവിടെ പരാമർശിക്കുന്നത്. അതായത് ഒന്നാമത്തെ കാര്യം ആ ഒരു ഇവന്റ് ഒക്കർ ചെയ്യുന്ന സമയം, ആ സമയത്തിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അതേപോലെ തന്നെ ആ നടന്നിട്ടുള്ള ഇവന്റിനെ ആസ് സൂൺ ആസ് പോസിബിൾ ജനങ്ങളിലോട്ട് എത്തിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം, അതാണ് എന്ത് ടൈംലിനെസ് എന്ന് പറയുന്നത്. ഇപ്പോ നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമാണ്, ഇപ്പൊ ന്യൂസ് പേപ്പറിന്റെ ഒക്കെ കേസ് എടുക്കുകയാണെങ്കിൽ ന്യൂസ് പേപ്പർ ഒക്കെ പ്രിന്റ് ചെയ്യുന്നത് ഒരു മിഡ് നൈറ്റ് പീരീഡിലാണ്. അപ്പൊ ഇപ്പൊ സപ്പോസ് എന്താണ് ഒരു ട്രെയിൻ അപകടം സംഭവിച്ചു എന്ന് വിചാരിക്കുക, ഇതൊരു 2 മണിക്ക് അല്ലെങ്കിൽ ഒരു എന്താ പറയാ 1 മണിക്കൊക്കെയാണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ അവരുടെ കംപ്ലീറ്റ് പ്രിന്റിംഗ് ഒക്കെ എന്താണ് സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് ഈ സ്റ്റോറിനെ അതിലോട്ട് ഇൻകോപ്പറേറ്റ് ചെയ്യാറുണ്ട്. കാരണം അവർക്കറിയാം ഈ സ്റ്റോറിക്ക് അത്രമേൽ പ്രാധാന്യമുണ്ട്. അത് എത്ര തന്നെ സമയമാണെങ്കിലും അവരെന്ത് ചെയ്യുന്നുണ്ട്, ആ പ്രിന്റിംഗ് പ്രോസസ്സിനെ തന്നെ അവിടെ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് ഈ ഇവന്റിനെ അതിലോട്ട് ആഡ് ചെയ്യാറുണ്ട്. അപ്പൊ അത്രയും പ്രാധാന്യമുള്ള ഒരു ഇവന്റ് ആണ് അല്ലെങ്കിൽ അത്രയും പ്രാധാന്യമുള്ള ഒരു സമയമാണ് എന്നുള്ളത് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ സ്റ്റോറിയെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. സോ ഇവന്റ് ഓഫ് ഒക്കറൻസ് എപ്പോഴും ഇമ്പോർട്ടന്റ് ആണ്. അതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ജനങ്ങളിലോട്ട് എത്തിക്കാനും പറ്റിയിരിക്കണം. ഇനി അടുത്ത് വരുന്ന ഒരു എലമെന്റ് ആണ് പ്രോക്സിമിറ്റി എന്ന് പറയുന്നത്. പ്രോക്സിമിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. അത് മീൻ ചെയ്യുന്നത് നിയർനെസ് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരു ഏരിയ. നിങ്ങൾ ന്യൂസിലൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും, ഏറ്റവും കൂടുതൽ ന്യൂസുകൾ വരുന്നത് നമുക്ക് ചുറ്റുള്ള ഏരിയകളിൽ നിന്നായിരിക്കും. ജോഗ്രഫിക്കലി നമുക്ക് അടുത്തുള്ള ഏരിയകളിൽ നിന്നായിരിക്കും കൂടുതലായിട്ട് ന്യൂസുകൾ വരുന്നത്. ഇപ്പോ ഗുജറാത്തിൽ ഒരു ഇൻസിഡന്റ് നടന്നു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു അപകടം നടന്നു എന്ന് വിചാരിക്കുക. ആ ഒരു ന്യൂസിനേക്കാൾ പ്രാധാന്യത്തിൽ നമ്മൾ കൊടുക്കുന്നതാണ് തൃശ്ശൂരിലോ വർക്കലയിലോ കോഴിക്കോടോ നടന്നിട്ടുള്ള അപകടം അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഇൻസിഡൻസുകളോ. അപ്പൊ പലപ്പോഴും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് കുറേം കൂടി കണക്ട് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ജോഗ്രഫിക്കലി നിയർ ആയിട്ടുള്ള ഏരിയകളിൽ നിന്നാണ്. അപ്പൊ അത്തരം രീതിയിൽ, അതായത് നമുക്ക് ഏറ്റവും അടുത്തിട്ടുള്ള സ്ഥലങ്ങളിലുള്ള ഇൻഫോർമേഷൻസുകള് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ പ്രാധാന്യത്തോട് കൂടിയിട്ട് കൊടുക്കാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, നമ്മൾ ഏറ്റവും കൂടുതൽ ന്യൂസ് പേപ്പേഴ്സുകളും ടെലിവിഷൻസുകളും കുറേം കൂടി സമയവും സ്പേസും നമ്മുടെ നാട്ടിലുള്ള വാർത്തകൾക്ക് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ ന്യൂസ് പേപ്പർ ഒക്കെ ആണെങ്കിൽ ഒരുപാട് എഡിഷൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മലപ്പുറം, പാലക്കാട്, ഇടുക്കി, കോട്ടയം, കോഴിക്കോട് ഇത്തരം രീതിയിലുള്ള എഡിഷൻസുകൾ കൊടുക്കുന്നതേ എന്തിനു വേണ്ടിയിട്ടാണ്, കുറേം കൂടി ആ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഡിസ്ട്രിക്റ്റിലുള്ള ന്യൂസുകളെ കവർ ചെയ്തുകൊണ്ട് ജനങ്ങളിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോ എപ്പോഴും നമ്മൾ കൺസിഡർ ചെയ്യുന്ന കാര്യമാണ് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഏരിയകളിൽ സംഭവിക്കുന്ന വിഷയങ്ങളെ ന്യൂസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ പറയുന്ന ഒരു പ്രോക്സിമിറ്റിയും നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി അടുത്തതാണ് പ്രോമിനൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സമൂഹത്തില് അല്ലെങ്കിൽ സാംസ്കാരികമായിട്ട് വളരെ പ്രശസ്തരായിട്ടുള്ള വ്യക്തികൾ എല്ലാവരും പലപ്പോഴായിട്ട് ന്യൂസിൽ ഇടവരാറുണ്ട്, അല്ലെങ്കിൽ ന്യൂസുകളിൽ
ന്യൂസുകളിൽ അവരുടെ പ്രസൻസ് കാണാറുണ്ട്. ഇപ്പോ സാംസ്കാരിക മേഖലയിലുള്ള ആൾക്കാരായിക്കോട്ടെ, സാമൂഹിക മേഖലയിൽ നിൽക്കുന്ന ആൾക്കാരായിക്കോട്ടെ, അല്ലെങ്കിൽ സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന വ്യക്തികളായിക്കോട്ടെ, അവരെ സംബന്ധിക്കുന്ന ഇൻഫോർമേഷൻസുകളെല്ലാം നമ്മൾ ഒരു ന്യൂസ് സ്റ്റോറി ആയിട്ട് കൊടുക്കാറുണ്ട്. ഇപ്പൊ പ്രൈം മിനിസ്റ്ററുമായിട്ട് അനുബന്ധപ്പെട്ട് വരുന്ന വിവരങ്ങള്, നമുക്ക് ഇഷ്ടമുള്ള ഫേമസ് ആയിട്ടുള്ള സെലിബ്രിറ്റി, ഇപ്പൊ മോഹൻലാൽ പ്രഭാത സവാരി നടത്താൻ വേണ്ടി സൈക്കിളിൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ എന്താ പറയാ, യൂസുഫ് അലി റിലേറ്റ് ചെയ്തിട്ട് വരുന്ന, അല്ലെങ്കിൽ അംബാനി റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ന്യൂസുകളൊക്കെ പലപ്പോഴായിട്ട് മാധ്യമങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ഈ പറയുന്ന പ്രോമിനൻസ് ആയിട്ടുള്ള വ്യക്തികള്, അല്ലെങ്കിൽ എലൈറ്റ് ക്ലാസ്സിൽ വരുന്ന വ്യക്തികള്, ഇവരെ സംബന്ധിക്കുന്ന ഇൻഫോർമേഷൻസുകള് നമ്മൾ സാധാരണ ഓർഡിനറി ആയിട്ടുള്ള സിറ്റിസൺസിനേക്കാൾ കൂടുതൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രാധാന്യത്തോട് കൂടിയിട്ട് ഇവരെ സംബന്ധിക്കുന്ന ഇൻഫോർമേഷൻസുകൾ നമ്മൾ ന്യൂസ് ആയിട്ട് കൊടുക്കാറുണ്ട്. അത് സിനിമ, അല്ലെങ്കിൽ കായികം, അല്ലെങ്കിൽ സാഹിത്യം, ഇങ്ങനെയുള്ള മേഖലയിലുള്ള ആൾക്കാരും ആവാം. അപ്പൊ ഇത്തരം രീതിയിലുള്ള പ്രോമിനന്റ് ആയിട്ടുള്ള വ്യക്തികൾ പലപ്പോഴും ന്യൂസ് പേപ്പറുകളിൽ അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ ന്യൂസ് ആയിട്ട് മാറാറുണ്ട് എന്നാണ് ഈ ഒരു എലമെന്റ് ആയിട്ട് പറയുന്നത്. ഇനി അടുത്ത വരുന്ന എലമെന്റ് ആണ് ഡയമെൻഷൻസ്. ഡയമെൻഷൻസ് എന്ന് പറയുമ്പോൾ അതിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ആ ഒരു നമ്പർ അല്ലെങ്കിൽ എമൗണ്ട്, അത് ബിഗ് ആവുന്നതിനനുസരിച്ചിട്ട് ആ സ്റ്റോറിയുടെ പ്രാധാന്യം കൂടും. ഇപ്പോ മ്യാൻമാറിൽ എർത്ത് ക്യുക്ക് സംഭവിച്ചു. ഈ എർത്ത് ക്യുക്കില് എത്ര പേർക്ക് അപകടം സംഭവിച്ചു എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കൺസിഡർ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ എത്ര പേര് മരണപ്പെട്ടു എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. അതുപോലെ കൊറോണ എന്ന് പറയുന്ന ഒരു ഡിസീസ് വന്നപ്പോ എപ്പോഴും ആ നമ്പേഴ്സ് നമ്മൾ ആശങ്കപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ആ നമ്പറുകൾക്ക് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രാധാന്യമുണ്ട്. അപ്പൊ എത്ര ആളുകൾ അതിൽ ഇൻവോൾവ്ഡ് ആയി, അല്ലെങ്കിൽ എത്ര പേര് അത് ബാധിച്ചു എന്ന് പറയുന്ന ഒരു കാര്യങ്ങൾക്ക് എപ്പോഴും അതിന് ഒരു പ്രാധാന്യമുണ്ട്. ഈ ആളുകളുടെ നമ്പർ മാത്രമല്ല, ഇപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന മണി, എത്ര മണിയുടെ ഇടപാട് നടന്നു, എത്ര മണിയുടെ കറപ്ഷൻസ് നടന്നു, അല്ലെങ്കിൽ എത്രത്തോളം പൈസ കണ്ടെടുത്തു, അല്ലെങ്കിൽ സ്വർണം കണ്ടെടുത്തു, ഇത്തരം വിഷയങ്ങളൊക്കെ എപ്പോഴും എന്താണ്, സ്റ്റോറി ആയിട്ട് വരാറുണ്ട്. അപ്പോ ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടാവുന്ന സംഖ്യ, അല്ലെങ്കിൽ അതിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള നമ്പർ, ഫിഗർ, ഇതൊക്കെ എപ്പോഴും ഒരു പ്രാധാന്യമുള്ളതായിട്ട് മാറാറുണ്ട്. ഇനി അടുത്തതാണ് ഇമ്പാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇമ്പാക്റ്റും എപ്പോഴും നമ്മൾ ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾ ന്യൂസ് പേപ്പറിൽ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ന്യൂസിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതായത് ഒരു ഇവന്റ് സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഇൻസിഡന്റ് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം ജനങ്ങളെ എഫക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇമ്പാക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കോവിഡ് എന്ന് പറയുന്ന ഒരു ഇവന്റ്, അത് ഒരു ദിവസം കൊണ്ട് തീർന്നില്ല. കാരണം അത് തുടർച്ചയായിട്ടുള്ള ദിവസങ്ങളിൽ നമ്മൾ എല്ലാ ജനങ്ങളെയും അത് ബാധിക്കുന്നുണ്ട്. അപ്പോ ഒരു ഇവന്റ് നടന്നു, അത് എന്ത് ചെയ്തു, ഒരുപാട് ആൾക്കാരെ അല്ലെങ്കിൽ അതുമായിട്ട് അനുബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് സംഭവ വികാസങ്ങൾ ഉണ്ടാക്കാൻ അത് കാരണമായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന് ഇമ്പാക്ട് ഓഫ് കോൺസിക്വൻസസ് എന്ന് പറയും. ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യ പാക് അതിർത്തിയിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു ആക്രമണം സംഭവിച്ചു. അതോടുകൂടി തീർന്നില്ല. അതുമായിട്ട് അനുബന്ധപ്പെട്ടിട്ടുള്ള കോൺസിക്വൻസുകൾ, അല്ലെങ്കിൽ അതുമായിട്ട് അനുബന്ധപ്പെട്ടിട്ടുള്ള സീക്വൻസ് ഓഫ് ഇവന്റ്സുകൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അത്തരം രീതിയിലുള്ള വിഷയങ്ങൾ വളരെ പ്രാധാന്യത്തോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ന്യൂസ് ആയിട്ട് കൊടുക്കാറുണ്ട്. ഇനി അടുത്തതാണ് ഹ്യൂമാൻ ഇൻട്രസ്റ്റ്. ഇത് ജനങ്ങളുടെ ഇമോഷൻസുകളെ, ഫീലിങ്സുകളേക്ക് അപ്പീൽ ചെയ്യുന്ന സ്റ്റോറീസുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കണ്ടിട്ടുണ്ടാകുന്ന ഒരു സ്റ്റോറിയാണ് എന്താണ്, റെയിൽവേ സ്റ്റേഷനിൽ പോർട്ടർ ആയിട്ട് വർക്ക് ചെയ്യുകയും ആളെന്താണ് രാത്രിയൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ചുകൊണ്ട് അയാൾ എന്ത് ചെയ്തു, IAS അല്ലെങ്കിൽ എന്താണ് ഉന്നതമായിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ അച്ചീവ്മെന്റ് നേടി എന്നൊക്കെ പറയുന്നത്. ഇത് കേൾക്കുന്ന സമയത്ത് സെർട്ടേൺ ആയിട്ടുള്ള ഒരു ഇമോഷൻസ് നമ്മുടെ ഉള്ളിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇത്ര രീതിയിൽ വരുന്ന സംഭവങ്ങളൊക്കെ എന്താണ്, ന്യൂസ് ആയിട്ട് മാറാറുണ്ട്. ഇനി അടുത്ത് വരുന്ന ഒരു എലമെന്റ് ആണ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. കോൺഫ്ലിക്റ്റ് ഒക്കെ നമ്മുടെ കേൾക്കുമ്പോ തന്നെ എന്താന്നുള്ളത് നിങ്ങളുടെ മൈൻഡിലോട്ട് വന്നിട്ടുണ്ട്. ദിവസം തോറും അല്ലെങ്കിൽ എല്ലാ ദിവസവും ഒന്നല്ലെങ്കിൽ പല തരത്തിലുള്ള കോൺഫ്ലിക്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂസ് സ്റ്റോറി നമ്മൾ കാണാറുണ്ട്. പൊളിറ്റിക്കലായി, കൾച്ചറലായി, കമ്മ്യൂണലായിട്ട് പലതരത്തിലുള്ള കോൺഫ്ലിക്റ്റുകൾ സമൂഹത്തിൽ നടക്കാറുണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ടാകും, രണ്ട് സ്വത്തിനെ സംബന്ധിച്ചുകൊണ്ടുള്ള തർക്കം, എന്താണ് അച്ഛൻ ഇന്ന ആളെ വെട്ടി
അല്ലെങ്കിൽ വെടിവെച്ചു, അല്ലെങ്കിൽ എന്താണ് രണ്ടുപേർ തമ്മിൽ എന്താണ് ഇന്നൊരു വിഷയത്തെ തൊല്ലി തർക്കം, ഇപ്പോ സെക്രട്ടേറിയറ്റിൽ എന്താണ് രണ്ട് പൊളിറ്റിക്കൽ പാർട്ടി തമ്മിലുള്ള സംഘർഷം, ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ എന്താണ് സ്ഥിരമായിട്ട് ന്യൂസ് പേപ്പറിൽ കാണുന്നതാണ്. അപ്പൊ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ കോൺഫ്ലിക്റ്റുകൾ എപ്പോഴും എന്താവാറുണ്ട്, ന്യൂസ് സ്റ്റോറി ആയിട്ട് മാറാറുണ്ട്. അപ്പൊ ഇതെന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എലമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. ഇഷ്ടംപോലെ സ്റ്റോറീസുകൾ കോൺഫ്ലിക്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇത് നമ്മൾ ന്യൂസ് പേപ്പറിൽ കാണാറുണ്ട്. ഇനി അടുത്തതാണ് അഡ്വെഞ്ചർ എന്ന് പറയുന്നത്. നമ്മൾ ഹ്യൂമാൻ ഇൻട്രസ്റ്റഡ് ഒക്കെ പോലെയുള്ള ഒരു ഏരിയ ആണ് അഡ്വെഞ്ചർ. എപ്പോഴും ന്യൂസ് ആയിട്ട് അതൊരു എലമെന്റ് ആയിട്ട് വരാറൊന്നുമില്ല, എന്നാലും അഡ്വെഞ്ചർ ടൈപ്പ് സ്റ്റോറീസുകളൊക്കെ ആൾക്കാർക്ക് വായിക്കാൻ ഇഷ്ടമാണ്. എസ്പെഷ്യലി ഇത്തരം രീതിയിലുള്ള ന്യൂസുകൾ കുറേയും കൂടി എന്താണ് ടെലിവിഷനിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലുമാണ് കൂടുതലായിട്ട് നമ്മൾ കാണാറുള്ളത്. അതായത് ഇപ്പൊ എന്താണ് ഒരു 70 years ഓൾഡ് ആയിട്ടുള്ള ഒരു മുത്തശ്ശി മൗണ്ട് എവറസ്റ്റ് കയറുന്നത്, അല്ലെങ്കിൽ കയറാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ അതിന് പോകുന്നത്, അല്ലെങ്കിൽ കാൽനടയായിക്കൊണ്ട് ഇന്നൊരു ആർക്കും പെട്ടെന്ന് ടാക്കിൾ ചെയ്യാൻ പറ്റാത്ത ഒരു ഇടത്തോട്ട് നമ്മൾ പോകുന്നത്, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഉണ്ടല്ലോ എന്താണ് പായക്കപ്പലിലൂടെ അല്ലെങ്കിൽ കപ്പലിലൂടെ നമ്മൾ എന്താണ് വേൾഡ് ടൂർ പോകുന്നത്. ഇതൊക്കെ എന്താണ് നോർമലി എല്ലാവർക്കും ഈസി ആയിട്ട് നേടാൻ പറ്റണം, അല്ലെങ്കിൽ നേടാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളെ, അല്ലെങ്കിൽ ഇത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിക്കുന്ന രീതിയിലുള്ള ന്യൂസ് സ്റ്റോറീസുകൾ പലപ്പോഴും എന്താണ് ന്യൂസ് പേപ്പറുകളിൽ അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ ഇടം പിടിക്കാറുണ്ട്. ഇനി അടുത്തതാണ് എന്ത്, നോവൽറ്റി എന്ന് പറയുന്നത്. നോവൽറ്റി എന്ന് പറയുന്നത് കുറച്ചുകൂടെ അൺയൂഷ്വൽ ആയിട്ടുള്ള ഇവന്റ്സുകളാണ്. എപ്പോഴും അത്തരം രീതിയിലുള്ള ഇവന്റ്സുകൾ സംഭവിച്ചു എന്നൊന്നുമില്ല. അതുപോലെ തന്നെ നോവൽറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂസുകളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ന്യൂസ് പേപ്പറിൽ അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ വരണമെന്നുമില്ല. എന്നാലും അൺയൂഷ്വൽ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം, അത് സെർട്ടേൺ ആയിട്ടുള്ള ഒരു അമ്യൂസ്മെന്റ് അല്ലെങ്കിൽ സെർട്ടേൺ ആയിട്ടുള്ള ഒരു ഫീലിംഗ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അത് നോവൽറ്റിയുടെ അണ്ടറിൽ വരുന്നതാണ്. അതായത് ഇപ്പോ ഒരു ലേഡി എന്താണ് ഒരൊറ്റ തവണ പ്രസവത്തിൽ എന്താണ് ഒരു 5-6 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുകയും അവരെന്താണ് വളരെ കുറഞ്ഞ തുക 200-300 ഗ്രാം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവരൊക്കെ എന്ത് ചെയ്തു, സർവൈവ് ചെയ്യുന്നു. അപ്പൊ ഇതൊക്കെ എന്താണ് ഒരു നോവൽറ്റി ഫീൽ ഉണ്ട്. ലൈക്ക് മുന്നേ ആരോ പറഞ്ഞിട്ടുള്ള പഴയ കഥകളിലുള്ള ഒരു സ്റ്റോറിയിലുള്ള ഒരു ഫീല് നമുക്ക് തരുന്നുണ്ട്. അപ്പൊ ഇത്ര രീതിയിലുള്ള ഇവന്റുകൾ സംഭവിക്കുകയാണെങ്കിൽ അതെന്തായി മാറാറുണ്ട്, ന്യൂസ് സ്റ്റോറി ആയിട്ട് മാറാറുണ്ട്. ഇനി അടുത്ത് വരുന്നതാണ് എന്ത്, എംപതി എന്ന് പറയുന്നത്. എംപതി നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അതും നമ്മള് ചില ട്രാജഡികള് അല്ലെങ്കിൽ ചില സംഭവങ്ങൾ കാണുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ സെർട്ടൺ ആയിട്ടുള്ള ഒരു കൺസേൺ അല്ലെങ്കിൽ ഒരു ഫീലിംഗ് ഓഫ് സിമ്പത്തി, എംപത്തി വരും. ഇപ്പൊ എന്താണ് ഒരു പ്രായമായിട്ടുള്ള ഒരു മുത്തശ്ശി എന്ത് ചെയ്യാണ്, അവരുടെ കുടുംബം നോക്കുന്നു, അല്ലെങ്കിൽ അവരെന്താണ് അവർ ഒട്ടും തന്നെ വയ്യ, അല്ലെങ്കിൽ അവരുടെ സാഹചര്യങ്ങൾ വളരെ മോശമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇത്തരം രീതിയിലുള്ള സ്റ്റോറീസുകൾ പലപ്പോഴും നമ്മൾ ന്യൂസിൽ ശ്രദ്ധ വരാറുണ്ട്. അവരോട് നമുക്കൊരു എംപതി അല്ലെങ്കിൽ ഒരു കൺസേൺ ഫീൽ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ എന്താ പറയാ, ഒരു തീപിടുത്തം സംഭവിക്കുന്നു, ആ തീപിടുത്തത്തില് എൻഡയർ ആയിട്ടുള്ള ഒരു ഫാമിലി ഇല്ലാണ്ടാവുന്നു. അപ്പൊ നമുക്ക് അവരോട് ഒരു എന്താണ് പറയാ, ഒരു കൺസേൺ നമുക്ക് ഫീൽ ചെയ്യും. അയ്യോ, അല്ലെങ്കിൽ ഇനി ആരുണ്ട് എന്നുള്ള ഒരു ഇമോഷൻ നമുക്ക് അവരുമായിട്ട് തോന്നാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇത്തരം രീതിയിൽ നമ്മുടെ ഉള്ളിലുള്ള ഒരു എംപതി അല്ലെങ്കിൽ ഒരു കൺസേണിനെ ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിലുള്ള സംഭവങ്ങൾ വരുമ്പോ അത് ന്യൂസ് സ്റ്റോറി ആയിട്ട് പലപ്പോഴായിട്ട് മാറാറുണ്ട്. അതായത് അത്തരം രീതിയിലുള്ള സംഭവങ്ങളെ പോയി കവർ ചെയ്യുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. ഇത്തരം സംഭവങ്ങൾ വരുന്ന സമയത്ത് അത് പബ്ലിഷ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ അത്തരം രീതിയിലുള്ള സെർട്ടേൺ ആയിട്ടുള്ള ഇമോഷൻസുകൾ വരാറുണ്ട് എന്നാണ് പറയുന്നത്. ഇനി അടുത്ത വരുന്ന കാര്യമാണ് വെതർ, ക്ലൈമറ്റ് ഓർ എൻവയോൺമെന്റ്. എന്താന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. ചൂട്, തണുപ്പ്, അല്ലെങ്കിൽ മഴ, പൊല്യൂഷൻ, ഇടിമിന്നല്, അല്ലെങ്കിൽ എന്താ പറയാ സ്റ്റോം, ഇങ്ങനെയുള്ള വെതർ റിലേറ്റ് ചെയ്തിട്ട് വരുന്ന അല്ലെങ്കിൽ ക്ലൈമറ്റ് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന എൻവയോൺമെന്റ് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന സംഭവങ്ങൾ, ഇൻസിഡൻസുകൾ വരികയാണെങ്കിൽ അതെപ്പോഴും ന്യൂസ് ആയിട്ട് വരാറുണ്ട്. അപ്പൊ ഇതേപോലെ തന്നെ ഇതിന്റെ പുറത്ത് വരുന്നതാണ് സെക്സ്, മണി, ഡിസാസ്റ്റർ, ഇങ്ങനെയുള്ള പല എലമെന്റ്സുകളെല്ലാം ഒരു ഇൻസിഡന്റിനെ, ഇവന്റിനെ ന്യൂസ് ആക്കിയിട്ട് മാറ്റാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു ടോപ്പിക്കിൽ എന്താ പറഞ്ഞിട്ടുണ്ടാവുക എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. വളരെ സിമ്പിൾ ആണ്. നമുക്ക് ചുറ്റും നടക്കുന്ന എല്ലാ ഇൻസിഡൻസുകളും ന്യൂസ് അല്ല.
ന്യൂസിനെ തീരുമാനിക്കുന്ന കുറച്ച് ഘടകങ്ങളാണ് അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസുകളാണ് ഫാക്ടേഴ്സ് ആണ് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതിലുള്ള ഏതെങ്കിലും ഒന്നോ രണ്ടോ എലമെന്റ്സുകളുടെ പ്രസൻസ് ആണ് ഒരു ഇൻസിഡന്റിനെ ഇവന്റിനെ ന്യൂസ് ആക്കിയിട്ട് മാറ്റുന്നത്. ഈ കാര്യമാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ഇവിടെ പറഞ്ഞിട്ടുള്ളത്.